ആരോ വന്നിരിക്കുന്നു. ബെല്ലടിക്കുന്നെന്ന്. ഒന്ന് എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ. വല്ല പട്ടാളം പോലീസും ആയിരിക്കുമോ? ഹോസ്റ്റലിൽ നിന്ന് ആരെങ്കിലും ആണ്. ആ, എവിടെ നിന്നായാലും കാര്യം അപകടമാണെന്നാ തോന്നുന്നത്. പുറത്തേക്കെങ്ങും നമുക്ക് പോകണ്ട. പിന്നെ അവർ കഥ ചോട്ടി പൊളിക്കാനോ? ഇത് വല്ലവന്റെയും വീടാ. എനിക്ക് പേടിയാവുന്നു. എന്റെ അച്ഛനാണെങ്കിൽ കൂടെ റൗഡികൾ ഉണ്ടാവും. എന്റെ അപ്പച്ചനാണെങ്കിൽ കൈ തോക്കുമുണ്ടാകും. ആ, വരുന്നത് വരട്ടെ, നമുക്ക് നേരിടാം. ചേടാ മഹാഭാവി, നീ ആളെ പേടിപ്പിച്ചല്ലോ. ഒന്ന് നിൽക്കണ ബ്രഹ്മചാരി, നിന്നേക്കാൾ നാണക്കാരനാണ് ഇവൻ. ഇരിക്കടാ. ആരാത്? മനസ്സിലായില്ലേ? ഒരു പെണ്ണ്. നിന്റെ ആരാന്ന് ചോദിച്ചത്? നല്ല ചോദ്യം. എടാ, ആണുങ്ങളായാൽ ഇങ്ങനെ പല അഡ്വഞ്ചറും നടത്തും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ ഇങ്ങനെ വല്ല പെണ്ണുങ്ങളെയും കൊണ്ടുവരുന്നു. വല്ല പെണ്ണുങ്ങളെയും കൊണ്ടുവരുന്ന പതിവ് നിർത്തി. പിന്നെ ഇതോ, നല്ല പെങ്കൊച്ചായതിനാൽ ഒന്ന് വളയ്ക്കാൻ ശ്രമിച്ചു നോക്കി. ഊരി പോരാൻ പഠിച്ച പണി 18 നോക്കി. കാര്യം പറഞ്ഞ് നമ്മൾ വീടുന്നില്ല. സത്യം. പക്ഷേ ഇടയിലൊരു അഡ്വഞ്ചർ ഉണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ്. പിന്നാലെ പോലീസും പട്ടാളവും വരാം. ആ, താക്കോൽ നിന്നെ തന്നെ ഇരിക്കട്ടെ. പോകാൻ വരട്ടെ. ഇവരുടെ വീട്ടുകാരും പോലീസ് മാത്രമാണെങ്കിൽ ഞാൻ അരക്കായി നോക്കിയേനെ. പക്ഷെ എന്റെ അപ്പച്ചനും അമ്മച്ചും ഏത് നിമിഷവും കൂടി കയറി വരാം. അതിനു മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തണം. നീയാണ് ഒന്നാം സാക്ഷി. ആ, ഒടുവിൽ നിന്നെ പിടിച്ചു കെട്ടാൻ ഒരുത്തി ഉണ്ടായല്ലോ. ശരി, പോവാം. ഒന്ന് കുളിക്കാതെയോ? നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ശുദ്ധമായിരിക്കണ്ടേ? കുറെ കഴിയുമ്പോൾ കല്യാണക്കാരും മറന്നു പോരുത്. ഇത് പെണ്ണ് വേറെ. ആ, എല്ലാവരെയും പോലെയാണെന്ന് വിചാരിച്ചു. ഇപ്പം കുടുങ്ങി. ഞാനും കുടുങ്ങിയടാ. നീയോ? ഏത് പെണ്ണ്? അമ്മ വിവാഹം നടത്തിയേ അടങ്ങും. കൈ കൊടളിയാ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമരമൊട്ടായിരുന്നു. പാവാടപ്രായം വന്നിരിക്കുന്നു. നടന്നാൽ ഭൂമി തരിക്കും, ആ തരിപ്പിൽ പൂക്കൾ വിടരും. ഇതെന്തൊരു പൂത്താ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഉണ്ട്, ഈ ഞാൻ. അത് പറഞ്ഞാ കൊച്ചിന് മനസ്സിലാവത്തില്ല. ഞാനെന്താ കൈക്കുഞ്ഞോ? അയ്യോ, ഈ ലവ് ലവ് എന്ന് പറഞ്ഞാ എന്താണെന്നറിയോ? ആ, എനിക്കറിഞ്ഞൂടാ. ഈ ആണും പെണ്ണും കൂടി ചില കുശുകുശുക്കലും കൊടുക്കലും വാങ്ങലും ഒക്കെ. ദേ, എന്റെ അമ്മ എന്നെ അടക്കോതുക്കത്തോടുകൂടിയാ വളർത്തിയത്. ഓ, നിന്നെ ഏത് തള്ളയാടി പറ്റത്? ജമ്മം പാഴായല്ലോ. അതിനെനിക്ക് എന്ത് പറ്റിയെന്നാ പറയുന്നേ? നീ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ഇതുവരെ സിനിമ കണ്ടിട്ടേ ഇല്ല? ഉണ്ട്, പണ്ടൊരിക്കൽ. നല്ലതെങ്കാൽ ചരിത്രം. നല്ലതെങ്കാൽ ചരിത്രം സാക്ഷാ പട്ടിക്കാട് തന്നെ. ഇതുപോലെ വലിയ വലിയ വീട്ടിലുള്ള ജോലിക്കാരികൾ ഇക്കാര്യത്തിൽ MA യും BEd ഡിഗ്രി എടുത്തവരാ. ആട്ടെ, നീ ഇവിടുത്തെ ജോലിക്കാരിയോ സെർവന്റോ ആയോ? ജോലിക്കാരി. ഏമാനാളെങ്ങനാ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പാവം, പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല. സത്യം പറ, നീ പറഞ്ഞ നേരാണോ? ഈ ശരീരം നീ പാഴാക്കി കളഞ്ഞല്ലോടി. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് തകരുക. എന്തിന്? അല്ല, ഇപ്പൊ നിന്ന നിപ്പിൽ നീ സൈക്കിൾ ഇടിച്ച് ചത്തെന്ന് വെച്ചോ. അങ്ങ് മേലോട്ട് ചെന്നാ ദൈവം ചോദിക്കുമ്പോ എന്തോ പറയും? എന്തോ ചോദിക്കും? നീ നിന്റെ ദേഹം ഏതെങ്കിലും ആണിനെ കൊണ്ട് തൊടുവിച്ചിട്ടുണ്ടോ കല്യാണി എന്ന് ദൈവം ചോദിക്കും. ഇല്ല എന്ന് നീ മറുപടി പറയും. ഓ, നരകത്തിൽ ഒരൊറ്റ ആട്ടാണ്. ഇല്ല, നിനക്ക് നരകം തന്നെ. അതുകൊണ്ട് കല്യാണി, നീ ഏതെങ്കിലും എംബോക്കെ അങ്ങ് സ്നേഹിച്ചോ, അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. അയ്യോ, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിച്ചു തരാം. ഡെയിലി അരമണിക്കൂർ ട്യൂഷൻ. പക്ഷെ രാത്രിയിലേ പഠിപ്പിക്കാൻ പറ്റൂ. എന്താ ഫീസ്? ഫീസ് കല്യാണിക്ക് ഫ്രീ. എനിക്ക് കൊച്ചമ്മയെ പഠിപ്പിക്കണമെങ്കിൽ കൊച്ചമ്മ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണം. പിന്നൊരു കാര്യം, പഠിക്കുമ്പോ ചിരിക്കരുത്. നല്ല മനക്കെട്ടി വേണം. എന്നാ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു. 1 മാസം നീ പഠിച്ചു കഴിഞ്ഞാ നീ ആളങ്ങ് മാറും. അപ്പൊ പിന്നെ എനിക്ക് നരകത്തിൽ പോകണ്ട. പിന്നൊരു കാര്യം, രാത്രി ഞാൻ അങ്ങോട്ട് വരും. അടുക്കള വാതിൽ തുറന്നിടാൻ മറക്കരുത്. ദേ, ഇവിടെ വെച്ചൊരു അഭിപ്രായം പറയണ്ട. എനിക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, നിനക്കും ഇഷ്ടപ്പെടും. ആ മോളെ,
അയാളെങ്ങനെയാ? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇവൾ തന്നെ നിന്റെ ഓഫീസിലെ മിടുമിടുക്കി. സൗദാമിനെ ഇവിടെ? ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. അമ്മേ, ചേട്ടൻ എന്നെ കണ്ടിട്ട് അതിശയിച്ചു പോയി. വീട്ടിലിരുന്ന് ബോറടിക്കുന്നെന്നും പറഞ്ഞ ഇവള് ജോലിക്കിറങ്ങിയത്. അതേതായാലും നന്നായി പത്മാവതി. ഇവിടെ നോക്കാൻ ആരുമില്ല. എനിക്കൊരാങ്ങളുടെ മോനുണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു പോയിട്ട് യാതൊരു വിവരവും ഇല്ല. ഇവൻ ഒരു പെണ്ണിനെ ഇഷ്ടമല്ല. ഞാൻ എപ്പോ പറഞ്ഞാലും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞൊഴി. ഈ പ്രാവശ്യം നടപ്പില്ല കേട്ടോ. നിങ്ങൾ പരിചയക്കാരല്ലേ? വല്ലതുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ പത്മാവതി. എന്നെയാണ് കാണാൻ വരുന്നതെന്ന് ചേട്ടൻ അറിഞ്ഞൂടായിരുന്നോ? നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞൂടെ? എന്തിന്? എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി വിവാഹം. ഇതമ്മ പറഞ്ഞതുപോലെ തന്നെ. പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറയാറുള്ളത്. എനിക്കെന്തോ ഒരു പേടി പോലെ. എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാണ്. ചേട്ടന്റെ അമ്മ ഈ വിവാഹം നടത്തിയേ അടങ്ങിയിരിക്കൂ. മിനിക്ക് എന്നും എന്നെ ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുമോ? കണ്ട അന്നു മുതൽ സ്നേഹിക്കുന്നു. എന്റെ കണ്ണടയും വരെ ഈ സ്നേഹമുണ്ടാവും. എന്നെക്കൊണ്ട് എന്ത് വിഷമുണ്ടായാലും ഒരാളെ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ടതാണ്. ഇതാദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. സത്യം. ഉറങ്ങിയില്ലേ? ഞാനെന്നും രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങും. ഇനി പതിവ് തെറ്റും. ഞാൻ മുഴുവൻ കുടിച്ചു. സാരമില്ല. ഞാൻ ആശിച്ചു, എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ.
നമുക്ക് കിടക്കാം. വിളക്കണിക്കട്ടെ. വല്ലാത്ത ഉഷ്ണം. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ. ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ? നമുക്ക് എവിടെ പോണം? എന്താ ചേട്ടൻ വേർക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. സാരമില്ല. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ വരാറുണ്ടോ? വെയിൽ കൊണ്ടിട്ടായിരിക്കും. സാരമില്ല, മിനി കിടന്നോളൂ. കല്യാണി, വാതില് തുറക്ക്. ഇവിടെ ഒരു ഉറക്കം. ചേട്ടാ, ചേട്ടാ, എന്താ പറഞ്ഞത്? ഒച്ച കേട്ട് പേടിച്ചുപോയി. സ്വപ്നം കണ്ട് പേടിച്ചായിരിക്കും. എന്താ മോളെ? ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ്. അതവന് പണ്ടേ ഉള്ളതാ. സാരമില്ല, മോള് പോയി കിടന്നുറങ്ങിക്കോ.